പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക ചർച്ച തുടങ്ങി. കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള 4ാം വട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചർച്ച. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്, BJPക്ക് മേലുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചില ഉറപ്പുകളുമായാണ് കർഷക സംഘടനാ നേതാക്കളെ കേന്ദ്ര സർക്കാർ കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്താണ് വിവരങ്ങൾ? ചർച്ച തുടരുകയാണോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ, ചർച്ച ഇപ്പോഴും തുടരുകയാണ്. 3 കേന്ദ്രമന്ത്രിമാരാണ് 4ാം വട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പുതിയ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 3 തവണത്തെ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിർദ്ദേശങ്ങൾ കർഷക വിഭാഗത്തിൽ തന്നെ വെക്കുമെന്ന് നേരത്തെ തന്നെ കർഷക സംഘടനകളോട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അത് എന്താണ് ഈ നിർദ്ദേശം സംബന്ധിച്ച് ഇപ്പോഴും കർഷക സംഘടനാ നേതാക്കളൊന്നും തന്നെ പങ്കുവച്ചില്ല. സമിതി രൂപീകരിക്കുന്നതാണ് നിർദ്ദേശമെങ്കിൽ അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിയമപരമായൊരു ഉറപ്പ് അത് നൽകുന്നതിൽ തെരഞ്ഞെടുപ്പ് വരാൻ അതുമായി ബന്ധപ്പെട്ടൊരു ഓർഡിനൻസ് ഇറക്കണമെന്നൊരു ആവശ്യമാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ തീരുമാനം വൈകാതെ ചേരും. അതിനുശേഷമാകും സമരം തുടരുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിലും തന്നെ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം എത്രയും പെട്ടെന്ന് സമരം പരിഹരിക്കാനുള്ള ഈ പ്രതിഷേധം കെടുത്താനുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു ചർച്ചയിൽ പുതിയ നിർദ്ദേശങ്ങളുമായി വരാം എന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുകയും അതിനുശേഷം കർഷക സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാക്കുകയും ചെയ്തത്. ചർച്ച പരാജയപ്പെട്ടാൽ നാളെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. അതിന്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ കൂടുതൽ കർഷകർ പഞ്ചാബിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ശംഭുവിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഹരിയാന പോലീസിന്റെ ഭാഗത്തും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ പഞ്ചാബിലെ വിവിധ ജില്ലകളിൽ ഏതാണ്ട് 4 ജില്ലകളിൽ ഇന്നിപ്പോൾ ഇന്റർനെറ്റ് നിരോധനം അത് 24 വരെ നീട്ടിയിരിക്കുകയാണ്. അത്തരം ചില നിയന്ത്രണങ്ങൾ ഇന്നിപ്പോൾ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള 4ാം വട്ട ചർച്ച ഇപ്പോൾ തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരെ കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ട ഡൽഹിയിലേക്ക് നീങ്ങും എന്ന് കട്ടായം പറയുകയാണ്. അതൊരു മുന്നറിയിപ്പായി കർഷകർ നൽകുന്നുണ്ട്. പഞ്ചാബിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനുള്ള ചില ഫോമുല കേന്ദ്ര സർക്കാർ കർഷകർക്ക് സംഘടനകൾക്ക് മുന്നിൽ വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.